ഒരിക്കലും അല്ല അല്ലെ. അതായത് എനിക്ക് അതിനു മുൻപ് ഒരു 3-4 ആഴ്ചകൾ എനിക്ക് അങ്ങനെ ഒരു ഫീല് തന്നുകൊണ്ടേയിരുന്നു. അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ കുറച്ച് വൈകിപ്പോയി. എനിക്ക് അതില് ഒരു വിഷമവും ഇല്ല. കാരണം ഉണ്ടായിരുന്നു, എനിക്കങ്ങനെ ഫീൽ ചെയ്തിരുന്നു. ഞാൻ അതാണ് പറയുന്നത്, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അതൊക്കെ ഒരു രസത്തിന് വേണ്ടി അനുമോൾ ചെയ്തതാണ്, അല്ലാതെ അനുമോൾക്ക് ഇവിടെ പ്രേമം മൂത്തൊന്നും ചെയ്ത കാര്യമൊന്നുമല്ല. നമസ്കാരം. നമ്മളുടെ ബിഗ് ബോസ് റണ്ണറപ്പ് അനീഷും ലക്ഷ്മി നക്ഷത്രയും തമ്മിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഇന്റർവ്യൂ ചെയ്യുന്നത് ലക്ഷ്മി നക്ഷത്രയാണ്. അപ്പൊ ഇതെടുത്ത് വെച്ച് ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നത് ഒന്നും പറയാനൊന്നും ഇല്ല, കൂടുതലായിട്ട് പറയാനൊന്നും ഇല്ല എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ സീസൺ കണ്ടവർക്ക് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനിപ്പോ കാണിച്ച വീഡിയോ നിങ്ങൾ ഇപ്പൊ കണ്ടു കാണും. അതിനകത്ത് നമ്മൾ അനുമോളെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. അനുമോളോട് ഈ പറഞ്ഞ അനീഷ് പ്രണയാഭ്യർത്ഥന നടത്തിയായിരുന്നു. അത് പക്ഷേ അനുമോള് തള്ളിക്കളഞ്ഞായിരുന്നു. ആ ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അനീഷ് ബിഗ് ബോസ് നടന്ന കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറെ വിശദീകരിച്ച് തന്നെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബിഗ് ബോസ് കണ്ടവർക്ക് ഞാൻ പറയുന്നത് കത്തും. അപ്പൊ ഞാനിപ്പോ ആരെയും വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും മോശക്കാരനാക്കാനോ പറയുന്നതല്ല. ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതൊന്ന് വിശദീകരിച്ച് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. ഒരു കാരണമുണ്ട്. കാരണം മറ്റ് ബിഗ് ബോസ് താരങ്ങളൊക്കെ ഇന്റർവ്യൂസ് കൊടുക്കുന്നു, അതുപോലെ അവരെ വ്ളോഗിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലാതെ ഇപ്പൊ നമ്മൾ ബിഗ് ബോസിൽ എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് അറിയാം. അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്റർവ്യൂ കൊടുത്താൽ മതി. അല്ലാതെ ചുമ്മാ അങ്ങനെ വന്ന് വളവള പറയുന്ന ഒരു കാര്യത്തോട്, നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ വളവള പറയുന്നതിനോട് എനിക്ക് യോജിക്കും. കാര്യം മനസ്സിലായോ? എന്നുവെച്ചാൽ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അനീഷ് അങ്ങനെ ഒരാൾക്ക് ഇന്റർവ്യൂ ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞാൽ മതിയല്ലോ, അല്ലാതെ എനിക്ക് വളവളവളാന്ന് ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുന്നത് പോലെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കൊള്ളുന്നത് ആർക്കാണെന്ന് വെച്ചാൽ ബിഗ് ബോസിലെ മറ്റ് കണ്ടസ്റ്റൻസ് പലർക്കും കൊള്ളും. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വരികയും അതിനുശേഷം ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടായിരുന്നു. അനീഷ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഈ ബളബളാന്ന് സംസാരിക്കുന്നത് എന്തോ മോശമാണെന്നുള്ള രീതിയിലാണ് അനീഷ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ എന്റെ കാര്യം പറഞ്ഞു, എനിക്ക് അങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇന്റർവ്യൂ ഒന്നും കൊടുക്കാറില്ല, എന്റെ കാര്യമുള്ളത് ഞാൻ പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. അതെല്ലാം ശരിയാണ്. പക്ഷെ ബാക്കിയുള്ളവർ വന്ന് അവിടെ ഇന്റർവ്യൂ കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നതിനെ ഒരുമാതിരി തരം താഴ്ത്തുന്ന രീതിയിലാണ് ഇവിടെ അനീഷ് സംസാരിച്ചിരിക്കുന്നത്. അനീഷ് എന്തോ വലിയ സംഭവമായി പോയെന്ന് അനീഷിനൊരു വിചാരമുണ്ട്. അത് നേരത്തെ ഉണ്ട്. എന്ന് വെച്ചാൽ അനീഷ് ഇതിനകത്ത് പല പ്രാവശ്യവും പറയുന്നുണ്ട്, ജനങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനാണ് വിന്നർ, ഞാനാണ് ഞങ്ങളുടെ മനസ്സിൽ വിന്നർ എന്നുള്ളത്. അതെങ്ങനെ? അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ പറയും അനീഷാണ് ഞങ്ങളുടെ മനസ്സിൽ വിന്നർ എന്ന് പറയും. ഷാനവാസിനെ കാണുമ്പോൾ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്നത് പറയും, ഞങ്ങൾക്ക് ഷാനവാസൊക്കെയാണ് വിന്നർ എന്ന് പറയും. അങ്ങനെ എല്ലാവരെയും കാണുമ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ളവർ പറയും ഞങ്ങളുടെ മനസ്സിൽ നിങ്ങളാണ് വിന്നർ എന്ന് പറയും. അപ്പൊ ഒന്നുമില്ലാതെ രേണു സൂതിയോട് വരെ പറഞ്ഞവരുണ്ട് ഞങ്ങളുടെ മനസ്സിൽ നിങ്ങളാണ് വിന്നർ എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് ഒരുപാട്. ഇതൊന്നും വലിയ കാര്യമൊന്നും അല്ല. അത് ഓരോരുത്തരെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ പറയും. അതിനകത്ത് 3-4 പ്രാവശ്യം ആവർത്തിച്ച് ഞാനാണ് വിന്നർ എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതെനിക്ക് വളരെ സന്തോഷമാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് അനീഷിന് ഭയങ്കര സന്തോഷമൊക്കെ തരുന്ന കാര്യമാണ്. അനീഷ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവരോടൊക്കെ പറയുന്നുണ്ട്. അതുപോലെ റിയൽ വിന്നർ എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണ്. ആ കപ്പ് കിട്ടി, ആ ക്യാഷ് പ്രൈസ് കിട്ടിയത് എല്ലാം അനുമോൾക്കാണ്. അപ്പൊ അനുമോളാണ് വിന്നറായിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തത്. ഓക്കെ, ഇനിയിപ്പോ അതിനകത്ത് ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുമോളല്ലേ അവിടെ വിന്നർ. അതിപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് എനിക്ക് ഇന്റർവ്യൂവിൽ കൂടി തന്നെ മനസ്സിലായിട്ടുണ്ട്. അതായത് നമുക്ക് പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വായ മൂടി അവിടെ ഇരിക്കുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയണം. അപ്പം നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ വാ മൂടി മിണ്ടാതിരിക്കണം എന്നാണ് പറയുന്നത്. അനീഷിനെ ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം പല കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവര് പറഞ്ഞത്. അല്ലാതെ അവരവിടെ വന്ന് വളവളവളവളാന്ന് ചിലക്കൊന്നും അല്ലായിരുന്നു. അപ്പൊ അനീഷിന് സംസാരിക്കാനില്ലെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് സംസാരിക്കാനില്ലേ? അവർക്ക് ഓരോരോ കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോരോ ഇന്റർവ്യൂക്കാർ വരുമ്പോൾ അവർക്ക് ഇതൊരു ചാൻസ് ആണ്. ഈ ബിഗ് ബോസിൽ പോയിട്ട് വരുന്നവരെല്ലാം ഇന്റർവ്യൂ എടുക്കാൻ ഓരോരുത്തർ വരും. ആ അത്യാവശ്യം എമൗണ്ട് ഒക്കെ കിട്ടും. പലരും എമൗണ്ട് ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ ജീവിത മാർഗം തന്നെ അതാണ്. അപ്പം അവര് പൈസ വാങ്ങിക്കും, അവരുടേതായ കാര്യങ്ങൾ പറയും, ഇന്റർവ്യൂ കൊടുക്കും. അതിനെ ഇങ്ങനെ അവരെ മോശക്കാരനാക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ളവരെ മോശക്കാരാക്കിയതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് തോന്നുന്നത്. പക്ഷെ പല വീഡിയോ ചെയ്യുന്നവർക്ക് അതൊന്നും തോന്നത്തില്ലായിരിക്കും. പലരും വീഡിയോ ചെയ്തപ്പോൾ പറയുന്നത് കേട്ടു, വലുതായിട്ടൊന്നും പറയാനൊന്നും ഇല്ല, പിന്നെ ആ സ്ത്രീകളുടെ കാര്യം പറയുന്നത് മാത്രമേ ഉള്ളൂ പറയാനെന്നൊക്കെ പറയുന്നത് കേട്ടു. അതൊന്നും അല്ല, ഇനിയും ഉണ്ട് പറയാന്. അത് പറഞ്ഞപ്പോഴാണ്
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബിഗ് ബോസിന്റെ ഉള്ളിൽ കൂടുതൽ കോമണേഴ്സ് വേണം എന്ന് വാദിച്ച ഒരാളാണ്. മിനിമം 5 കോമണേഴ്സ് എങ്കിലും വേണം എന്ന് പറഞ്ഞ് അവിടെ ഫൈറ്റ് ചെയ്ത ആളാണ്. ദാ ഇപ്പോൾ ബിഗ് ബോസിൽ 5 6 7 എനിക്കറിയില്ല എത്ര പേരുണ്ടെന്ന്, പക്ഷെ അത് സത്യമായ കാര്യമാണ്. അനീഷ് പറഞ്ഞിരുന്നതാണ് ഇവിടെ കോമണേഴ്സ് കൂടുതൽ വേണം, സെലിബ്രിറ്റീസിനെ കുറച്ച് കുറയ്ക്കണം, കോമണേഴ്സ് വേണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും 5 6 പേരെങ്കിലും ഇവിടെ വേണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞ ആളാണ് അനീഷ്. കുറച്ച് പേരെ എടുക്കുമെന്നാണ് ഞാൻ അറിയുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ബിഗ് ബോസിൽ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ചിട്ട് പറഞ്ഞതാണ് കോമണേഴ്സിനെ കൂടുതൽ നമുക്ക് എടുക്കണം എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് അനീഷിനെ ഒരുപാട് പേര് കളിയാക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഇപ്പൊ അനീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു വരവനുസരിച്ച് കോമണേഴ്സ് 5 6 പേരാകാൻ ചാൻസ് കൂടുതലുണ്ട്. ബിഗ് ബോസിനുള്ളിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് അവിടെ നിന്ന് പോരാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല ശരിക്കും. എല്ലാവർക്കും അച്ഛനും അമ്മയും കാണും, ഇത്തിരി കഞ്ഞിയും ചമ്മന്തിയും കുടിക്കണം, ഇങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അനീഷിനപ്പോ ഈ 101ാമത്തെ ദിവസം ഇറങ്ങുമ്പോൾ വിഷമായിരുന്നു. അനീഷ് അത് ബിഗ് ബോസ് ഹൗസിനകത്തും വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് എന്നെ കുറച്ച് ദിവസം ഇവിടെ നിന്ന് നിർത്താമോ, എന്നെ പുറത്ത് പറഞ്ഞു വിടല്ലേ, ഇത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നോളാമേ എന്നൊക്കെ അതിന് അന്ന് ഒരുപാട് പേര് ട്രോളും ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ അനീഷ് അങ്ങനെ പറഞ്ഞപ്പം. പക്ഷെ അനീഷ് അതിന്റെ വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്, അത് എന്താണ് എന്നുള്ളത്. സത്യത്തിൽ അനീഷിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അനീഷ് പറയുന്നത് കറക്റ്റ് ആണ്. അനീഷ് ജീവിച്ചു വന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അനീഷിന്റെ ഭാഗത്ത് അനീഷ് അങ്ങനെ ചിന്തിച്ചതിൽ തെറ്റൊന്നുമില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ അവിടെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 200 500 ദിവസമാണെങ്കിലും ഞാൻ അവിടെ കംഫർട്ടബിൾ ആണ്. അതിനൊരു കാരണമുണ്ട്. ഇപ്പോ ഞാൻ പോകുന്നതിന് മുൻപ് എൻ്റെ വീട്ടില് ഒരു AC അങ്ങനെയൊന്നുമില്ല, ഒരു നോർമൽ ഫാനുള്ള ഒരു റൂം അങ്ങനെയൊക്കെ ആയിരുന്നു. ബിഗ് ബോസ് സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൊട്ടാരം പോലത്തെ ഒരു സ്പേസ്, ലക്ഷറിയാണ്. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഫുള്ള് സെൻട്രലൈസ്ഡ് AC ആണ്. അപ്പം നമുക്ക് ഒരു ഹീറ്റ് വേവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആ കാര്യത്തിലും കംഫർട്ടബിൾ ആണ്. പിന്നെ ആകെ കൂടിയുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫുഡാണ്. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഭക്ഷണവും അവിടെ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമുക്ക് കിട്ടില്ല, ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ജീവൻ നിലനിർത്താനും നമ്മുടെ ഒരു തടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ അവിടെ നിന്ന് പോരണം എന്ന് പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ ലക്ഷ്മി? കറക്റ്റ് ആണ് കേട്ടോ അനീഷ് പറയുന്നത്. അനീഷ് അതൊരു മറയില്ലാതെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ അനീഷിന്റെ വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ വീട്ടിൽ ജീവിച്ച സാഹചര്യം അനീഷ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അന്നൊന്നും അനീഷിന്റെ വീട്ടിൽ AC അങ്ങനെയുള്ള ഉപകരണങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ അനീഷ് നോക്കി ഇവിടെ സെൻട്രലൈസ്ഡ് AC, അതുപോലെ കറക്റ്റ് ഭക്ഷണം കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് ഇവിടെ നിന്നാൽ കൊള്ളാമെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അത് അനീഷിന് തോന്നിപ്പോകും. എന്ന് വെച്ചാൽ അനീഷ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനീഷിന്റെ സാഹചര്യങ്ങളായിരുന്നു അത്. പക്ഷെ അനീഷിനെ അന്ന് ഇത് വെച്ച് ഒരുപാട് പേര് ട്രോൾ ചെയ്തിരുന്നു. ഇതിൽ ഞാൻ അനീഷിന്റെ ഭാഗത്താണ്, ആർക്കാണെങ്കിലും തോന്നിപ്പോകും. എന്നുവെച്ചാൽ ആ സാഹചര്യമാണ് അനീഷിനെ അങ്ങനെ പറയിച്ചത്. അതെന്താ വെച്ചാൽ സ്ത്രീ വിരോധിയാണെന്ന് പറയുന്നതിനോട് ഞാനത് കേട്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോയി. കാരണം എനിക്ക് ചുറ്റുമുള്ള സ്ത്രീകളോട് ഏറ്റവും ബഹുമാനത്തോടെയും പക്വതയോടും കൂടെ പെരുമാറുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ആ ഒരു നരേഷൻ എങ്ങനെ ഉണ്ടായിപ്പോയി എന്നുള്ളതും എനിക്കറിയില്ല. ബിഗ് ബോസിൽ എത്തുമ്പോൾ ഒരു സ്ത്രീ വിരോധിയായിട്ട് എന്നെ ചിത്രീകരിച്ചോ എന്നുള്ളത് ടാർഗറ്റ് ചെയ്തതാണോ? മേ ബി ആയിരിക്കാം, എനിക്കറിയില്ല. മറ്റ് കണ്ടസ്റ്റൻസ് എന്നെ അങ്ങനെ ആക്കി തീർത്തതായിരിക്കാം. ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇതേ ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയാം, ലൈൻ കട്ട് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ബിഗ് ബോസിനകത്ത്. ആ ബിഗ് ബോസ് ലൈൻ കട്ടിനകത്ത് ആ ആങ്കർ അനീഷിന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞായിരുന്നു, അനീഷ് ഇവിടെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ പറഞ്ഞത് എന്താണ്, ഒരു സ്ത്രീ വിരോധി ആണെന്നാണല്ലോ പറഞ്ഞു കയറിയത് എന്ന് കൃത്യമായിട്ട് മുഖത്ത് നോക്കി ചോദിച്ചതാണ്. അന്ന് അനീഷ് അതിന് അവിടെ കിടന്നുകൊണ്ട് തപ്പുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്, ബബ്ബ അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അനീഷ് ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു സ്ത്രീ വിരോധം ഒന്നും ഇല്ല, അത് എന്നെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ ഇത് കൃത്യമായിട്ട് അവിടെ ആ ആങ്കർ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നു. അനീഷ് ബിഗ് ബോസിൽ കയറാൻ നേരത്ത് പറഞ്ഞതൊന്നും ഇപ്പോൾ പറയുന്നത് മറ്റൊന്നുമാണ്. ആങ്കറിന്റെ മുന്നിൽ വെച്ചും കള്ളത്തരം പറയാൻ തുടങ്ങിയപ്പോഴാണ് ആങ്കർ പറഞ്ഞത്, ഇങ്ങനെ അല്ലല്ലോ ഇന്റർവ്യൂവിന് വന്നപ്പോൾ പറഞ്ഞത്, ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് പറഞ്ഞ വാക്ക് ഇങ്ങനെ അല്ലല്ലോ എന്ന് കൃത്യമായിട്ട് മുഖത്ത് നോക്കി ചോദിച്ചതാണ്. അന്ന് അനീഷിന് ഇപ്പോൾ അനീഷ് കടക്കടന്ന് മെഴുകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്തേ കൂട്ടത്തിൽ കൂടാണ്ട് ഒറ്റക്കുട്ടിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്? അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അതറിയോ ലക്ഷ്മിക്ക്? എനിക്കൊന്ന് പറഞ്ഞു. എന്നാ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? അല്ല, നമ്മൾ ജസ്റ്റ് അല്ല, നമ്മൾ ആക്ച്വലി നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല, ഫ്രണ്ട്സ് ആണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ചില ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ചിരിക്കുന്നു, സ്പെഷ്യലി മീഡിയ ഫീൽഡിൽ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്ഷിപ്പ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതായത് എന്റെ ഇമോഷൻസ് മുഴുവൻ തുറന്നു പറയാൻ പറ്റുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ വളരെ ചൂസി ആയിട്ടും സെലക്റ്റീവ് ആയിട്ടും മാത്രമേ ഞാൻ
ഇതിനകത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനീഷ് എന്തുകൊണ്ടാണ് മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് കുറെ ദിവസങ്ങൾ ഒറ്റയ്ക്കായിരുന്നു, ഒറ്റയ്ക്ക് തന്നെ പോകാൻ കാരണം എന്താണ്? മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടുന്നത് കണ്ടിട്ടില്ലല്ലോ, ഒറ്റയ്ക്കായിരുന്നല്ലോ നടന്നുകൊണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ അനീഷ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അങ്ങനെ ഫ്രണ്ട്സിനെ ഒരു ചൂസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, അല്ലാതെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലല്ലോ. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ചൂസ് ചെയ്യണം എന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഫ്രണ്ട്സിനെയാണ് എനിക്ക് ഇഷ്ടം എന്നാണ് ഈ പറഞ്ഞ അനീഷ് പറയുന്നത്. പക്ഷെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ആ ബിഗ് ബോസ് ഹൗസിനകത്ത് അനീഷ് പോയി, ഒറ്റയ്ക്കാണ് നിന്നത്. പക്ഷെ അനീഷിനോട് കൂട്ടുകൂടാൻ വേണ്ടി ആരെങ്കിലും പോയാലും അനീഷ് അവരെ തട്ടിമാറ്റുന്ന രീതിയിലാണ് അനീഷ് അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത്. അവസാനം ഷാനവാസ് ആണ് അനീഷിന്റെ ഈ കളി പൊളിച്ചത്. അവിടെ ബിഗ് ബോസ് കണ്ടവർക്ക് ഇതെല്ലാം മനസ്സിലാവും, കാണാത്തവർ ഇവിടെ വന്ന് കിടന്ന് ഡയലോഗ് അടിക്കരുത്. അനീഷ് അവിടെ ഒറ്റയ്ക്ക് സ്ട്രാറ്റജി എടുത്ത് ഒറ്റയ്ക്ക് തന്നെ കളിക്കണം എന്നുള്ള ഇതിൽ തന്നെയാണ് അവിടെ പോയത്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാകണമെങ്കിൽ അനീഷ് മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടി അവരുടെ സ്വഭാവം മനസ്സിലാക്കിയാലല്ലേ നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ അവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അനീഷ് എന്താണ് ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? അനീഷ് അവിടെ പോയി ഒറ്റയ്ക്ക് തന്നെ കളിച്ചുകൊണ്ടിരുന്നു. അനീഷോട് കൂട്ടുകൂടാൻ ആദ്യം മുതലേ എത്രയോ പേര് പോകുന്നുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ വന്നിരിക്കേ, ഞങ്ങളുടെ കൂടെ ഇരുന്ന് കളിക്കേ, ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കേ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാം അനീഷ് ഒറ്റയ്ക്ക് കളിക്കുന്ന സ്ട്രാറ്റജി എടുത്ത് കളിച്ച ആളാണ്. ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? എന്നിട്ട് അതിനെ ഇത് ന്യായീകരിക്കുകയാണ്. അവിടെ പോയിട്ട് ആദ്യം ഒന്നും ആരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഈ വരുന്നവരുമായിട്ടുമെല്ലാം നമുക്ക് സംസാരിച്ച് നമുക്ക് ആരാണോ ജോയിന്റ് ആകുന്നത് നമുക്ക് തോന്നുന്നത്, ഓക്കെ അവരെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് കൂട്ടാം, ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വേണമെങ്കിലും നമുക്ക് അതിനെ തന്നെ എടുക്കാം. ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവിടെ തന്നെയാണല്ലോ ഷാനവാസിനെ കിട്ടിയത്. അത് ഷാനവാസിന്റെ ഗെയിമിൽ അനീഷ് വീണുപോയതാണ്. വീണുപോയെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ ഇങ്ങനെ ഒറ്റയാനായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഷാനവാസ് ആണ് അത് പൊളിച്ച് കൈ കൊടുത്തതെന്നുള്ളത് മറ്റൊരു സത്യം. അപ്പം ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു, അല്ലാതെ ഈ പറയുന്നത് പോലെ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാഞ്ഞിട്ടോ ആർക്കും ഫ്രണ്ട്സിനെ കിട്ടാഞ്ഞിട്ടോ ഒന്നുമല്ല. അങ്ങോട്ട് പോയി മിണ്ടിയില്ലേലും ഇങ്ങോട്ട് വരുന്നവരോടൊന്നും മിണ്ടണ്ടേ? അപ്പം അവിടെ സ്ട്രാറ്റജി ഇറക്കിയതാണെന്നുള്ളതാണ് സത്യം. ഈ കോള് വരുമ്പോ റോയ് സാറിന്റെ കോള് വരുമ്പോ റോയ് സാർ എന്നോട് പറയുന്നത്, അനീഷിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതേപോലെ തന്നെ അനീഷ് ഞാനും ഒരു സാധാരണക്കാരനാണ്, അനീഷിന് ഈ ഒരു ചെക്ക് തരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അത് കൂടാതെ ജനങ്ങളുടെ മനസ്സിൽ അനീഷാണ് വിന്നർ എന്നുകൂടെ അദ്ദേഹത്തിന്റെ അതെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പീപ്പിൾസ് വിന്നർ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ആ ഒരു നിമിഷം ഇപ്പോഴും ഒരു കോരിത്തരിപ്പ് ഉണ്ടാക്കുന്ന. ഇപ്പൊ കേട്ടല്ലോ, റോയ് സാറ് ചെക്ക് കൊടുത്ത കാര്യമാണ് ഈ പറയുന്നത്. എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനന്ന് റിവ്യൂ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ എന്റെ വീഡിയോസ് എടുത്ത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞത് ഒന്നുകിൽ അനുമോൾക്ക് കിട്ടണം അല്ലെങ്കിൽ അനീഷിന് കിട്ടണം എന്ന് ആ ബിഗ് ബോസിന് ഒരാഴ്ച മുന്നേ വരെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അനീഷിന് ആ ചെക്ക് കൊടുക്കാൻ വേണ്ടി റോയ് സാർ വന്ന് 10 ലക്ഷം രൂപ കൊടുത്തു. അതെല്ലാം നല്ല കാര്യമാണ്. നമ്മൾ അന്നും നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു, നല്ല കാര്യമാണ് ഈ ചെയ്തതെന്ന്. എന്നിട്ട് പറഞ്ഞു ജനങ്ങളുടെ എല്ലാം മനസ്സിൽ അനീഷാണ് ബിഗ് ബോസ് വിന്നർ എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അനീഷെ ബിഗ് ബോസ് വിന്നർ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു, അത് ഒരാളേ ഉള്ളൂ. കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസ് വിന്നർ ഈ പറയുന്ന അനുമോൾ തന്നെയാണ്. അത് അനീഷിന് എവിടൊക്കെ പോയിട്ട് ഞാനാണ് വിന്നർ എന്ന് അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും, പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ പറഞ്ഞാൽ ഓക്കെ, എന്നെ ഇഷ്ടപ്പെടുന്ന ഇപ്പൊ റോയ് സാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ റോയ് സാർ പറഞ്ഞു അനീഷ് എന്റെ മനസ്സിൽ നീയാണ് വിന്നർ എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് ഒരാളുടെയാണ്. ഈ ജനങ്ങളെല്ലാം താങ്കളാണ് വിന്നർ എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അത് ബിഗ് ബോസിനെ തന്നെ ഇപ്പൊ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ. ഇത് കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന ബിഗ് ബോസ് വോട്ടിങ്ങിലൂടെ തന്നെയല്ലേ ഈ വിന്നറെ തെരഞ്ഞെടുത്തത്. ആ വിന്നറെ തെരഞ്ഞെടുക്കുമ്പോൾ ഞാനാണ് വിന്നർ എന്ന് അനീഷ് പറയുന്നു, ജനങ്ങൾ പറയുന്നു എന്നുള്ളത്. അപ്പം ജനങ്ങളല്ലേ ഈ വോട്ട് ചെയ്തത്. എല്ലാ ജനങ്ങളൊന്നും അനീഷ് വിന്നറാന്ന് പറയുന്നില്ല. അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ പറയണം, എന്നെ ഇഷ്ടപ്പെടുന്നവർ ഞാനാണ് വിന്നർ എന്ന് അവർ പറയുന്നുണ്ട്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന് പറയുന്നത് ഓക്കെ. ജനങ്ങളുടെ എല്ലാ മനസ്സിൽ താങ്കളാണ് വിന്നർ എന്ന് റോയ് സാർ പറഞ്ഞു എന്ന് താങ്കൾ പറയുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ എതിരുള്ള എത്രയോ അഭിപ്രായമുള്ളവരുണ്ട്. മറ്റൊരു വശം പറയാം, ഈ അനുമോളെ വിന്നറായിട്ട് അംഗീകരിക്കാത്ത എത്രയോ പേരുണ്ട്. ഈ പറഞ്ഞ ഷാനവാസിനെ വിന്നറായിട്ട് അംഗീകരിക്കുന്ന എത്രയോ പേരുണ്ട്. അതുപോലെ ആ ബിഗ് ബോസിനകത്ത് ടോപ്പ് 5 വന്ന പലരെയും വിന്നറായിട്ട് താങ്കളാണ് വിന്നർ എന്ന് പറയുന്ന അവരവരുടെ ആരാധകരുണ്ട്. അക്ബറിനെ പോലും അവിടെ വിന്നറാണെന്ന് അക്ബറിന്റെ സ്നേഹിക്കുന്നവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ മനസ്സിൽ അക്ബറാണ് വിന്നർ. അതൊക്കെ അല്ലാതെ ഈ മൊത്തമുള്ള ജനങ്ങളും അല്ലെങ്കിൽ ബിഗ് ബോസ് കാണുന്ന ജനങ്ങളെല്ലാവരും കൂടി താങ്കളാണ് വിന്നർ എന്നാണ് പറയുന്നത് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവരുത്. താങ്കളെ ഇഷ്ടപ്പെടുന്നവർ എന്ന് വെച്ചാൽ താങ്കളോട് അത്രയും ഇഷ്ടപ്പെടുന്നവർ താങ്കൾ വിന്നറാന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. അപ്പൊ താങ്കളെ എനിക്കും ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഒരിക്കലും താങ്കളാണ് വിന്നർ എന്ന് ഞാൻ പറയില്ല. കാരണം എന്താണ്, അവിടെ ബിഗ് ബോസ് വിന്നർ എന്ന് പറയുന്ന അനുമോളാണ്. തന്നെ നമ്മളോട് ഒരു ഇഷ്ടം തുറന്ന് അല്ലെങ്കിൽ പല രീതിയിലും കാണിച്ച ഒരാൾ ആ ഇഷ്ടം യഥാർത്ഥത്തിലുള്ള ഇഷ്ടമായിരുന്നില്ല, ഫേക്കായിട്ടുള്ള ഇഷ്ടമായിരുന്നു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കൊരു വല്ലാത്തൊരു വിഷമല്ല, ഒരു
ഇത് തോന്നും. കാരണം ഇത്രമാത്രം ഒരു ജെനുവിനിറ്റി ഇല്ലാത്ത ആളുകളാണോ എന്ന് തോന്നിപ്പോവും. അത്രേ ഉള്ളൂ. ഈ പറയുന്നത് അനുമോളെ കുറിച്ചാണ്. കഴിഞ്ഞ സീസൺ കണ്ടവര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം അത് തെറ്റാണ് എന്നുള്ളത്. ഞാൻ ആ സീസൺ മൊത്തവും കണ്ടത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് പറയാൻ വേണ്ടി തന്നെ എടുത്തത്. അനീഷ് പറയുന്നത് ഒരു ജെനുവിനിറ്റി ഇല്ല. ആർക്കാണ്? നമുക്കറിയാം ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ അത് അനുമോളെയാണ് കുത്തുന്നത് എന്നുള്ളത്. ഇവിടെ പറയുന്ന അനുമോള് 3 ആഴ്ചയോളം തന്നോടുള്ള ഇഷ്ടം കാണിച്ചുകൊണ്ടേയിരുന്നു. മനസ്സിലായില്ലേ? അതിനുശേഷം നമുക്കറിയാം അനീഷ് പോയി പറഞ്ഞപ്പോഴത്തേക്ക് അനീഷിനോട് അങ്ങനെയൊന്നും ഇല്ല എന്ന് അനുമോള് പറഞ്ഞു. അത് അന്നേ ചർച്ചയായതാണ്. കാരണം മറ്റൊന്നുമല്ല, ഇതിന്റെ തുടക്കം എവിടുന്നാണ്? അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയും ഒറ്റയ്ക്ക് നടക്കുകയും ചെയ്ത ഈ പറയുന്ന അനീഷിനെ കുറച്ച് തന്ത്രങ്ങളൊക്കെ പയറ്റി ഈ പറഞ്ഞ ഷാനവാസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാനവാസ് ആണ് അവിടെ അനീഷിനെ എല്ലാവരുമായിട്ട് ഇടപഴകാൻ പഠിപ്പിച്ചത്. അനുമോള് അതുപോലെ തന്നെ ആദില നൂറ, ഷാനവാസ് ഇവരൊക്കെ ഒരു ടീമായിരുന്നു. ഇടയ്ക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ ഒരു ടീമായിട്ടൊക്കെ നിന്നവരാണ്. അപ്പൊ ആ സമയത്ത് അനീഷിനെ ഇളക്കാൻ വേണ്ടി ഇത് ചെയ്തത് മൊത്തവും ഷാനവാസ് ആണ്. ഇല്ലെന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അനുമോൾ അവിടെ എവിടെയും ഷാനവാസിനോട് പോലും പറഞ്ഞിട്ടില്ല എനിക്കിങ്ങനെ അനീഷിനെ ഇഷ്ടമാണെന്നോ അല്ലെ അനീഷിനോട് എനിക്കിങ്ങനെ താല്പര്യം ഉണ്ടെന്നോ ആരോടും അവിടെ ഷാനവാസിനോടൊന്നല്ല അവിടെ ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. ഷാനവാസ് ഒരു ദിവസം ഇങ്ങനെ കളിയാക്കുന്ന കണ്ടുകൊണ്ട് എന്താ ഇക്ക ഇങ്ങനെ കളിയാക്കല്ലേ, അത് പുള്ളി വേറെ രീതിയിൽ എടുക്കും എന്നുള്ള രീതിയിൽ അവിടെ അനുമോള് പറഞ്ഞിരുന്നു. ഇപ്പോഴും ഷാനവാസ് ആണ് അവിടെ അനീഷിന് ഈ ആഗ്രഹം കൊടുത്തോണ്ടേയിരുന്നത്. ഇല്ലെന്ന് ആ സീസൺ കണ്ട ആർക്കെങ്കിലും പറയാൻ പറ്റൂ? അതിനുശേഷം അനുമോളോട് ചായ ഇട്ടുകൊണ്ട് വരാൻ പറയുന്നു. അപ്പോഴത്തേക്ക് അനുമോൾ ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാണിച്ചിട്ട് പോകുന്നു. അതൊക്കെ നമുക്കറിയാം, അതൊക്കെ ഒരു രസത്തിന് വേണ്ടി അനുമോൾ ചെയ്തതാണ്. അല്ലാതെ അനുമോൾക്ക് ഇവിടെ പ്രേമം മൂത്തത്തൊന്നും ചെയ്ത കാര്യമൊന്നുമല്ല. പക്ഷെ അത് തെറ്റിദ്ധരിച്ചത് അനീഷ് ആണെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചത് ഷാനവാസ് ആണ്. ഇല്ലെന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം. കഴിഞ്ഞ സീസൺ കഴിഞ്ഞു, അവരവരുടെ എല്ലാം പാട്ടിന് പോയി. ഇപ്പോൾ ഒരു ഇന്റർവ്യൂ വന്നുകൊണ്ട് അതിനകത്ത് അനീഷ് ഇതിനകത്ത് കുറ്റപ്പെടുത്തുന്നത് മൊത്തവും അനുമോളെ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആ സീസൺ മൊത്തത്തിൽ ഇരുന്ന് കണ്ടതാണ്, 24/7 കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഹിന്റ് പോലും ഈ പറയുന്ന അനുമോള് തനിക്ക് ഇഷ്ടമാണ് അനീഷിനെ എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തിട്ടേ ഇല്ല. ഈ ഷാനവാസ് അവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ അതിന് കൂടെ നിന്നു എന്നുള്ളതല്ലാതെ ഒരു നിമിഷം പോലും അനീഷിനോട് എനിക്ക് ഇങ്ങനെയുള്ള ഒരു സ്നേഹമുണ്ടെന്നോ ഇങ്ങനെയുള്ള ഒരു താല്പര്യമുണ്ടെന്നോ അവിടെ അനുമോള് കാണിച്ചിട്ടേ ഇല്ല. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്, കണ്ടിന്യൂ ചെയ്യാം. ശരിക്കും ഈ ഫുൾ എപ്പിസോഡ്സ് അനീഷ് വന്നപ്പോ കണ്ടിരുന്നില്ല. അപ്പം ഇപ്പം പറഞ്ഞില്ലേ ഒരാളൊരു ഇഷ്ടം എക്സ്പ്രസ് ചെയ്തിരുന്നു എന്നൊക്കെ. അപ്പൊ അത് ലൈക് ബിഹൈൻഡ് ദ സീൻ ആയിരുന്നോ, അല്ലെങ്കിൽ അനീഷിന് സൂചനകൾ തന്നിരുന്നോ അനീഷിന് ഇഷ്ടമാണെന്നുള്ളത്? ഞാൻ ശരിക്കും അത് ചോദിക്കാൻ വന്നിരുന്നതാണ്. അനീഷിന്റെ ലൈക് ദ അതർ പേഴ്സണോടുള്ള ആ ഒരു ഇഷ്ടം അതൊരു ലവ് സ്ട്രാറ്റജി ആയിരുന്നോ എന്നെനിക്ക് ചോദിക്കണം. ഒരിക്കലും അല്ല. ഇതിനകത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര. അനീഷ് ആ എപ്പിസോഡുകളെല്ലാം മൊത്തവും കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ പല കാര്യങ്ങളുണ്ട്. ആ എപ്പിസോഡ് കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെയൊന്നും അല്ല അവിടെ സംഭവിച്ചെന്നുള്ളത്. പക്ഷെ അനീഷ് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു എപ്പിസോഡും കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. നീ സത്യമാണോ കള്ളമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇവർക്കെല്ലാം അനുമോളോട് ഇപ്പോഴും വലിയ താല്പര്യമൊന്നും ഇല്ല, അതൊക്കെ നമുക്കറിയാം. ഇവരുടെ സംസാരം കേൾക്കുമ്പോഴും ഇവരുടെ കൂട്ടത്തിലുള്ള കുറെ പേരുടെ സംസാരം കേൾക്കുമ്പോഴൊക്കെ നമുക്കറിയാം. ഇത്രയും ദിവസം ഇരുന്നിട്ടും ഞാൻ അതൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബിഗ് ബോസിന്റെ പല സീസണുകളും കണ്ടിട്ട് വന്ന ഹിന്ദി, തമിഴ്, മലയാളം എല്ലാം കുറച്ച് ഭാഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്, ഞാൻ കണ്ടിട്ടാണ് വന്നതെന്ന് ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ ഈ പറഞ്ഞ അനീഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനീഷ് എന്തായാലും അനീഷിന്റെ സീസൺ കാണാതിരിക്കുമോ? അപ്പൊ അനീഷിന് കൃത്യമായിട്ട് അറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ആ അനുമോൾ കപ്പടിച്ചത് ഇപ്പോഴും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇപ്പൊ ചോദിക്കാൻ പറഞ്ഞത് ഇല്ല, ഞാൻ അത് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, കണ്ടിട്ടില്ല, നമ്മൾ സമ്മതിച്ചു. അതായത് എനിക്ക് അതിനു മുൻപ് ഒരു 3-4 ആഴ്ചകൾ എനിക്ക് അങ്ങനെ ഒരു ഫീല് തന്നുകൊണ്ടേയിരുന്നു. അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ കുറച്ച് വൈകിപ്പോയി. എനിക്ക് അതില് ഒരു വിഷമവും ഇല്ല. കാരണം എനിക്കങ്ങനെ ഫീൽ ചെയ്തിരുന്നു. ഞാൻ അതാണ് പറയുന്നത്, എനിക്കങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് എന്താണ് മേ ബി അതാ പറഞ്ഞത്, എനിക്ക് ഇപ്പോഴും സെലിബ്രിറ്റികളെ കുറച്ച് പേടിയാണ്. കാരണം ഇവരുടെ ഒരു ഇമോഷണൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫേക്കാണ്. കുറെ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ സെലിബ്രിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ നാക്കുകൊണ്ട് തന്നെ ഈ അനീഷ് പറയുന്നുണ്ട് എനിക്കാണ് അങ്ങനെ തോന്നിയതെന്ന്. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. എന്റെ സുഹൃത്തെ, താങ്കൾക്ക് ഫീൽ ചെയ്തു, ഓക്കെ. അത് പക്ഷെ അപ്പുറത്തുള്ള ആൾക്ക് അതങ്ങനെ ഫീൽ ഇല്ലായിരുന്നു. അത് താങ്കൾ മനസ്സിലാക്കിയില്ല, അതാണ് സത്യം. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് സെലിബ്രിറ്റികൾ മൊത്തവും മോശക്കാരാക്കുന്ന രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. സെലിബ്രിറ്റീസ്
മൊത്തവും ഫേക്ക് ആണ്, എനിക്ക് സെലിബ്രിറ്റീസിനെ എല്ലാം പേടിയാണ്, അവരിങ്ങനെയുള്ള ആഗ്രഹങ്ങൾ തന്നിട്ട് അവസാനം ചതിക്കുമെന്നുള്ള രീതിയിലൊക്കെ ആണ് പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ അനീഷ് തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഇപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ലേഡി, ആ ലേഡി എന്നോട് ചിലപ്പം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിലായിരിക്കാം നമ്മളോട് പെരുമാറുന്നത്. അത് ഞാൻ വേറൊരു രീതിയിൽ അത് ഞാൻ മനസ്സിലെടുത്തു കഴിഞ്ഞാൽ അത് ആരുടെ തെറ്റാണ്? അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഈ പറഞ്ഞ അനുമോൾ അവിടെ എന്ത് ചെയ്തു? അനുമോള് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് കണ്ടത്, അല്ലാതെ അനുമോള് ഒരു ലവർ എന്നുള്ള രീതിയിലല്ല കണ്ടത്. അല്ലെങ്കിൽ താങ്കളോട് ഒരു സമയത്ത് പോലും വന്ന് ചോദിച്ചിട്ടില്ല എന്നെ ഒന്ന് കല്യാണം കഴിക്കാമോ, ഇഷ്ടമാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് താങ്കൾക്ക് ഫീൽ ചെയ്തു. താങ്കൾ തന്നെ പറയുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അത് താങ്കൾക്ക് ഫീൽ ചെയ്തതിന് അനുമോൾ എന്ത് ചെയ്യാനാണ്? എന്നിട്ട് പറയുന്നത് സെലിബ്രിറ്റീസ് എല്ലാം ഇങ്ങനെയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൊണ്ട് അനുമോളുടെ ദേഹത്തോട്ട് അങ്ങ് വെക്കുകയാണ്. അതാണ് ഇവിടെ ലക്ഷ്മിപ്രിയ ചോദിച്ചത്, എപ്പിസോഡുകൾ മൊത്തവും കണ്ടോ എന്നുള്ളത്. കണ്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കണ്ടില്ല എന്നുള്ളത്. അനീഷ് പറയുന്നു അനീഷിന് അങ്ങനെ ഫീൽ ചെയ്തെന്ന്. അതിന് അനുമോൾ എന്ത് കുറ്റം ചെയ്തു? ഫേക്കാണ്. ഞാൻ ലക്ഷ്മിയോട് തുറന്നു പറയണേല് വിഷമം വിചാരിക്കുന്നത് കുറെ സെലിബ്രിറ്റികൾ ഫേക്ക് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഫേക്ക് ആയിട്ട് അനീഷിന്റെ അടുത്ത് ഒരു പ്രണയം നടിച്ചു എന്നാണ് അനീഷ് പറയണത്. മേ ബി ആയിരിക്കാം. 3 വീക്സ് അനീഷ് അത് വിശ്വസിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെയല്ല എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിഞ്ഞേ? അത് ആ ഒരു വീഡിയോ കൂടെ ഒക്കെ നിങ്ങൾ കണ്ടിരിക്കും. അങ്ങനെയല്ലാന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു നിമിഷം അവിടെ ലൈൻ കട്ട്. ഇനി ഒരു കാരണവശാലും ആ ഒരു പേഴ്സണായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല. ലൈൻ കട്ട് അവിടെ വെച്ചിട്ട്. അപ്പോൾ അനീഷ് ഇപ്പൊ ചോദിക്കുന്നത് ഫേക്ക് ആയിട്ട് അനീഷിനോട് അങ്ങനെ ഒരു പ്രണയം നടിച്ചു എന്നാണോ അനീഷ് പറയുന്നതെന്ന് ചോദിച്ചപ്പോ അനീഷ് ആന്ന് പറയുന്നു. അവിടെ നിന്ന് അനുമോള് കാണിക്കുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കാണിക്കുന്ന എന്ന് വെച്ചാല് അനീഷുമായിട്ടാണ് കൂടുതലും. അനുമോളെ അന്ന് ഒരുപാട് പേര് ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ അനീഷും ഷാനവാസും ആതിര, നൂറ ഇവരൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പൊ അനീഷിനോട് പോയിരുന്ന് ഒരുപാട് നേരങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും. അവർക്ക് മറ്റൊരു വഴി ഇല്ല അവിടെ. അപ്പൊ അനീഷിനോട് പോയിരുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. പക്ഷെ അത് അനീഷ് പറയുന്നത് അനീഷിനോടുള്ള താല്പര്യം കൊണ്ട് അനീഷിനോട് ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നത് അനീഷ് കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ച് മുന്നേ പറഞ്ഞത് അനീഷിന് അങ്ങനെ തോന്നിയതാണ് എന്നാണ് പറയുന്നത്. എന്തായത് ഇതിൽ അനുമോളുടെ തെറ്റെന്താണ്? അനുമോൾ അങ്ങനെ ഫീൽ ചെയ്യിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെ ഫീൽ ചെയ്യിച്ചെന്നാണ് ഈ പറയുന്നത്? നമ്മൾ കണ്ടതല്ലേ ആ സീസൺ. അനുമോൾ അങ്ങനെ ഫീൽ ചെയ്യിച്ചിട്ടൊന്നുമില്ല. നമ്മൾ അന്നും റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന അനീഷും ഈ പറയുന്ന അനുമോളും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നുള്ളത്. ഫേക്ക് ആയിട്ട് അനീഷിനോട് പ്രണയം നടിച്ചു എന്നാണ് പറയുന്നത് അനീഷ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ സീസൺ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഇത് അനീഷിനെ അങ്ങനെ ഒരു മനസ്സിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് പരിശ്രമിച്ചത് ഈ പറഞ്ഞ ഷാനവാസാണ്. ഞാൻ ഷാനവാസിനെ കുറ്റമൊന്നും പറയുമല്ലോ കേട്ടോ. ഷാനവാസ് അതങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഈ പുള്ളി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നിൽക്കുമല്ലോ, ഒറ്റയ്ക്ക് നിൽക്കുമല്ലേ. അപ്പൊ പുള്ളിയുടെ മനസ്സൊന്ന് ഉടക്കണമല്ലോ. വിശ്വാമിത്രന്റെ തപസ്സിളക്കിയ കഥയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ അന്ന് അവിടെ പറയുന്നുണ്ട് ഷാനവാസ്, എന്തായാലും നിന്റെ മനസ്സ് ഞാൻ ഇളക്കോടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷാനവാസാണ് അവിടെ ഇരുന്നുകൊണ്ട് ഓരോന്ന് ഈ അനുമോള് പോകുന്നു, ദാണ്ട് അവിടെ നിൽക്കുന്നു, നിന്നെ നോക്കുന്നു എന്നൊക്കെ ഈ പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഷാനവാസാണ് അനീഷിനോട് പറഞ്ഞത്. അപ്പം ഈ അനീഷ് എന്ത് ചെയ്തു? നിഷ്കളങ്കനാണ് അനീഷ്, സത്യം പറയാലോ. അനീഷിന് അങ്ങനെ തോന്നിപ്പോയി. പക്ഷെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അങ്ങനെ അല്ലായിരുന്നു എന്ന് അനീഷ് മനസ്സിലാക്കുക. അതിന് കാണുന്നിടത്തല്ല ഇന്റർവ്യൂവിൽ പോയിരുന്നോണ്ട് ഈ ആളെ ഇങ്ങനെ അനുമോളെ മോശമാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അനുമോൾ തന്നെ ചതിച്ചു എന്ന് പിന്നെയും പബ്ലിക്കിനോട് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അനീഷ് അങ്ങനെ വിചാരിച്ചതിന് അനുമോൾ എന്ത് ചെയ്തു? 3 ആഴ്ചയോളം അനീഷിനെ അങ്ങനെ ഫേക്ക് ആയിട്ട് അങ്ങനെ ഇട്ട് ചുറ്റിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ ആ എപ്പിസോഡുകളെല്ലാം കണ്ടതാണ്. കൂടുതലും ലൈവ് കണ്ടവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് ആണ് എന്റെ അനീഷ നീന്റെ ഏറ്റവും കൂടുതൽ ചുറ്റിച്ചത്. അത് ആ ഒരു ഗെയിമായിട്ട് കണ്ടാൽ മതി. ആ ഗെയിമിൽ താങ്കളുടെ മസിൽ പിടുത്തം കുറയ്ക്കാൻ വേണ്ടി ഈ ഷാനവാസ് ചെയ്ത വേലയാണ് അത്. അനുമോൾ എന്ത് വിളിച്ചു? ഇപ്പോഴും അത് അനുമോളെ വെച്ചിട്ട് അനുമോൾ എന്നെ ചതിച്ചു, അനുമോൾ എന്നോട് ഫേക്ക് ആയിട്ടാണ് ഇടപെട്ടത്, അനുമോളുടെ സ്ട്രാറ്റജി ആയിരുന്നു അത് എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല. പിന്നെ അനീഷിനോട് സപ്പോർട്ട് ചെയ്യുന്നവർ ചിലപ്പോൾ ഇതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വരുമായിരിക്കും. എന്തായാലും ഞാൻ ആ ബിഗ് ബോസ് ഹൗസിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് അനീഷിനോട് യാതൊരു വിരോധവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്, നമുക്ക് കണ്ടാൽ അറിയാം. പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പം അത് സാഹചര്യവുമായിട്ട് ഒത്തുപോകുന്നില്ല. ആ ഒത്തുപോകാത്തപ്പോൾ നമുക്ക് എന്തായാലും അതിനെപ്പറ്റി പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.